ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് അച്ചാറിടാനുള്ള പണിയിലാണ്. ഷാഹിൻ താത്തിൻ്റെ അവിടെ കൊണ്ടുപോകുന്ന മാങ്ങയാണിത്. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ തുടങ്ങിക്ക്. ഇത് നല്ലോണം മൂത്ത മാങ്ങയാണ്. എങ്ങനത്തെ അച്ചാറിടാൻ പറ്റുമോയെന്ന് ഓർമ്മയില്ല. കുറച്ച് ഞങ്ങൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ അല്ലാത്ത അച്ചാറിടാം. ഈ മാങ്ങ കണ്ടിട്ട് അച്ചാറിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പഴുത്തിട്ട് അത് ഉപ്പിലിട്ടേക്കല്ലേ തൽക്കാലം. അല്ലാത്ത കിട്ടുകയാണെങ്കിൽ കുറച്ച് അച്ചാറിടാം. ഇത് കട്ട് ചെയ്ത് ഇതൊക്കെ ഷാഹിൻതാത്തിൻ്റെ കൊണ്ടുവന്ന് മാങ്ങാണേ. എല്ലാ കൊല്ലമൊക്കെ അവിടുന്ന് ഇതുപോലെ മാങ്ങ തരും കേട്ടോ. അപ്പം ഞാൻ ഉപ്പിലിടലാണ്. ഇപ്രാവശ്യം മോളൂസിന് എന്തായാലും അച്ചാറിടണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചെങ്കിലും ഇടാം, ബാക്കി ഉപ്പിലിടാം. അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അച്ചാറിടാണ്ട്. അപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള മാങ്ങ കേട്ടോ, ഫുള്ള് മൂത്ത് വയ്ക്കി. ഇത് പഴുപ്പിക്കാൻ പറ്റില്ല. മാങ്ങ പഴുപ്പിക്കുമ്പോഴേക്കിന് കേടായി പോകും. അതായത് നമുക്ക് ഉപ്പിലിടാം. ബാക്കി ഇതാ അച്ചാറിനതാ കുറച്ചെടുത്ത് മോളൂസിനെ ബോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഉപ്പിലിടാനുള്ളതിൽ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. ബാക്കി അച്ചാറ് ഒക്കെ കളറിലാട്ടോ മാങ്ങ. എല്ലാ മാങ്ങയും ഇങ്ങനെ മൂത്തിട്ടപ്പോൾ അച്ചാറിന് മുറിച്ച് പലതും പല സൈസാണ്. കട്ടിങ് ശരിയല്ല. ഇത് ചൂടാറിയിട്ട് ഉപ്പിലിടാനുള്ള നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ മാങ്ങ ഫുള്ള് മുറിച്ച് തീർന്ന് കിട്ടതാ. അതിൻ്റെ ഒരു അലങ്കോലാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ കാണാം. ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചീന്തി എടുക്കണം. അപ്പോൾ ഇത്രയും മാങ്ങ ഉണ്ട് കേട്ടോ നമുക്ക് അച്ചാറിടാൻ. ഏതായാലും അച്ചാറിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ അച്ചാറുണ്ടാക്കാനുള്ള എല്ലാം സെറ്റായി. മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അവിടെ കറിവേപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. വലിയൊരു പാത്രം എടുത്ത് വെക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തത്, സ്വർണം നല്ലെണ്ണ. എണ്ണ കുറച്ച് അധികം ഒഴിക്കണം, മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. ഇതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കുക. ഉലുവ പൊടിയാണ് ചേർക്കണ്ടേ, പൊടി വേണ്ട. എല്ലാണ്ട് ഉലുവ ഇടൂല അച്ചാറിൽ, ഞാൻ കാണില്ലല്ലോ. വേണ്ട, ഉലുവപ്പൊടി ചേർക്കണ്ട നമുക്ക്. ഞാൻ ഇടയ്ക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് പൊട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇടുക. ആ പൊട്ടി കഴിയട്ടെ. പൊട്ടി കഴിയട്ടെ. എണ്ണ ആയിട്ടോടെ താമസം. വായിച്ചില്ല ഓർമ്മയിരുന്നു. മനസ്സിട്ട് എണ്ണ വേണം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിലായിട്ട് ഇഞ്ചിട്ടെടുക്കുക.
കത്തിക്ക്. ഉലുവ 2 മണിയിട്ട് ചൂടാക്കാൻ. ഉലുവപ്പൊടി ഇവിടെ ഉണ്ടാക്കാൻ കിട്ടുക. ഇനി ഉലുവടായിട്ട് അച്ചാർ വന്നാണ്ടിക്കണ്ട. കുറച്ച് മതിയാവട്ട് പോകും. ഒരു കയ്പയിക്കില്ലേന് അത് മതിയാവും. തീ ഇത് നല്ലോണം മൂക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല സ്മെല്ല് വരുന്നവരെ എടുക്കണം. നമ്മളെ ഉലുവക്ക് ഇത് പൊട്ടൂല കേട്ടോ. അത് പൊട്ടാണ്ട ഞാൻ ചൂടായില്ല കത്തിക്ക്. ഞാനത് ആദ്യമേ പറഞ്ഞു. അത് പൊട്ടി ഇങ്ങനെ വരും കുടുകുടുകുടുകുടെന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില കഴിച്ചാൽ തന്നെ കേട്ടോ. ഇതിലിടാൻ വേണ്ടിയിട്ട് ഇത്ര പെട്ടെന്നൊരു കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അത് ചോന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂണേ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ മുളകും പൊടി ചേർക്കുക. മുളകും പൊടി കുറച്ചധികം ചേർക്കണം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുക. പിന്നെ നമുക്ക് അച്ചാർ പൊടി കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ബാക്കി അച്ചാർ പൊടി ചേർക്കുക. പൊടികൾ ആദ്യം എണ്ണയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അച്ചാർ പൊടി ചേർക്കണം. അപ്പോൾ ഞാനിതാ നിറബറൻ്റെ ഈ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ പൊടി ഒരു പകുതിയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. മാങ്ങ നമുക്ക് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇത്രയൊക്കെ വേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതിൻ്റേതായ ഒരു അളവൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇതിനുണ്ട്. എന്നാലും നമുക്ക് നോക്കാം ലാസ്റ്റ് എന്തായി തീരും എന്നുള്ളത്. അപ്പോൾ ആ എണ്ണയിലിട്ടിട്ട് എല്ലാ പൊടികളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും ചേർക്കണം മാങ്ങ ഇട്ടിട്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം പൊടികളിലൊക്കെ മിക്സായിട്ട് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു കുറവുള്ള മാതിരി തോന്നി. മുളകും പൊടി അച്ചാർ പൊടിയാട്ടോ ഇട്ടത്, മുളക് പൊടിയല്ല. പിന്നെ ഞാനൊരു സ്പൂണ് മുളകും പൊടി കൂടി ചേർത്ത് അപ്പോൾ നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണൻ്റെ ഒരു കുറവുള്ള മാതിരി തോന്നിയിട്ടോ. പൊടികളെല്ലാം കൂടി ചേർത്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടി ചേർക്കണം. അതിലേക്ക് ആ മാങ്ങ എല്ലാം കൂടി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഈ മസാലയൊക്കെ നല്ലോണം മാങ്ങയിലൊക്കെ മിക്സ് ആകുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇനി നമുക്ക് കുറച്ച് പണി. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ടുള്ള വലിയ പാത്രം തന്നെ എടുത്തത് അതുകൊണ്ടാണ്. മാങ്ങ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്നവരെ മിക്സ് ചെയ്യാം.
മസാല എവിടെ എത്തുന്നുണ്ടെങ്കിൽ എണ്ണൻ്റെ ഒരു നനവില്ലേ ഇല്ലേ എണ്ണ മൊത്തം വെച്ചില്ല ഇല്ലേ അപ്പൊ വയ്ക്കി ഇനി ഇതിലൊക്കെയാവോ വായിൽ വയ്ക്കുന്നേ ആ കാണിക്ക് കുപ്പിയിൽ എത്ര ബാക്കിയുണ്ടെന്ന് അത്ര ഉണ്ട് അത്ര ബാക്കിയുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണോടെ ഒഴിക്കുന്നു ഒഴിക്കാനേ അച്ചാറിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് പറഞ്ഞില്ല ആദ്യമായിട്ട് ഞാൻ അച്ചാറുണ്ടാക്കുന്നതെന്ന് എന്താവുമെന്ന് കണ്ടറിയാം കേട്ടോ അച്ചാറുണ്ടാക്കാൻ അറിയുന്ന പോലെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇത് തലങ്ങും വിലങ്ങും നല്ലോണം മിക്സ് ചെയ്യുക നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ടില്ല ഉപ്പ് ആവശ്യത്തിനുള്ള ചാറാകുമ്പോൾ ഉപ്പ് നല്ലോണം ഉപ്പ് വാരിയിടുക നല്ലോണമല്ല ആവശ്യത്തിന് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒക്കെ നോക്കിയിട്ടിടാം നമുക്ക് ഓടിപ്പോയാൽ പ്രശ്നം ഓക്കെ നമ്മളെ അച്ചാറിലേക്ക് ഇനി നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം സുർക്ക സുർക്ക അതിൽ മുങ്ങണോ ഇങ്ങനെ പോരെ ഇങ്ങനെ സുർക്ക ഒന്ന് തിളച്ച് വരണം ആ 4 മണി ഉലുവ അവിടെ മിക്സി വരൂ നമ്മളെ ഉലുവ 4 മണി ഉലുവ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുക സുർക്ക ഇനി ഒഴിക്കേണ്ടി വരും കേട്ടോ ഒക്കെ ഇടണമെന്ന് എനിക്ക് ഓർമ്മല്ലേ കുറച്ചിടി ഫുള്ള് തട്ടിയിരിക്കുന്നു അച്ചാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് സുർക്കയുടെ ഇലയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ മതിയാവോ മുങ്ങിക്കണം അല്ലേ ഇനി നമുക്ക് മിക്സ് ചെയ്യും ഞാൻ ഒന്ന് തിളച്ച് വന്ന് ഓഫാക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ അച്ചാർ റെഡി ഉപ്പ് നോക്കിയതൊന്ന് ഉപ്പ് നോക്കിയതാ നോക്കിയോ സുർക്കേ അപ്പോൾ ഒരു കുപ്പി സുർക്ക നല്ല എരിവില്ല ഇല്ലേ എന്താ പിന്നെ കഥ കുറച്ചുകൂടി ഉപ്പ് കുറച്ചുകൂടി ഇടണം അല്ലേ അച്ചാറൊന്ന് തിളക്കട്ടെ തീ കൂട്ടിയിട്ട് അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ മാംഗോ അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വിചാരിച്ച പോലെ ഒന്നുമല്ല നല്ല പുള്ളിയുള്ള മാങ്ങയാണ് ഉപ്പ് പോരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അച്ചാറിൽ ഇങ്ങനെ ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളെ തിള വരുന്നുണ്ട് തിളക്കട്ടെ അപ്പോഴേക്ക് നമ്മളെ ഉപ്പിലിടാനുള്ള മാങ്ങ അതാ കണ്ടോ കളറൊക്കെ മാറിക്ക് അപ്പോൾ നമുക്കെന്തും കുപ്പിയിലാക്കണം അപ്പോൾ ഗൈസ് നോക്കൂ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ചപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നാളെ രാവിലെ ചൂടാറിയിട്ട് കുപ്പിയിലാക്കണം അപ്പോൾ ഇത് ഇന്ന് രാത്രിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാത്രി ഫുള്ള് ഇത് ഇവിടെ വെക്കട്ടെ രാവിലേക്ക് നമുക്ക് കുപ്പിയിലാക്കാം നമുക്ക് തൽക്കാലം അപ്പോൾ ഉപ്പിലിടാനുള്ള മാങ്ങ കുപ്പിയിലാക്കാം അത് ചൂടാറിയുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ അതും നാളെ ആക്കാം അല്ലേ അതാ നല്ലത് അപ്പോൾ രണ്ടും നാളെ നമുക്ക് കുപ്പിയിലാക്കാം
ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ അച്ചാർ ഇന്നലെ ഉണ്ടാക്കി വെച്ച അച്ചാർ എങ്ങനെ ഉണ്ട് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. കാണാനൊന്നും കുഴപ്പമില്ല അല്ലേ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ടേസ്റ്റ് നമുക്ക് നോക്കണം. ഇതോടെ കിടക്കട്ടെ. ഇനി നമ്മളെ ഉപ്പിലിട്ട് എൻ്റെ അവസ്ഥ എന്താ നോക്കണം. അതാ നല്ല ചൂടായതുകൊണ്ട് ഞാൻ കുപ്പിയിലാക്കിയില്ലേ. അതോടെ റെഡി ആയിട്ടുണ്ട്. കുപ്പിയൊക്കെ അതാ അവിടെ കൈയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചൊക്കെ. അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് വേണം അതിലിടാൻ. നമ്മൾ അച്ചാർ ഇവിടെ കുപ്പിയിലാക്കാൻ പോകുകയാണ്. നല്ല മണമുണ്ട്, ടേസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് സുർക്ക ആവശ്യമുണ്ട് കുറച്ചുകൂടി ഒഴിക്കുക. ഉപ്പ് കാണിക്കില്ലേ? കുറച്ച് മാങ്ങ അവിടെ എടുത്തതിനെ ചിലപ്പോൾ ഒന്ന് അറിയേനു. ഏതോരു 2-3 അവിടെ മാറ്റി വെച്ചേക്കും. 4 തോനപ്പിലിടാൻ എടുത്തില്ലേ. അതുകൊണ്ട് ഇതിലോട്ട് ആദ്യം ഇത് മറ്റേ കുപ്പിയിലിടണ്ടേ? ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മാങ്ങ അച്ചാറോടെ കുപ്പിയിലാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി കേട്ടോ, പൊട്ടൊന്നും ഉപ്പില്ല. അപ്പോൾ ഇത് സെറ്റായി. മോളോസ് ചെറിയ ഉപ്പിയിലാക്കുക. അത് മോളോസിന് കൂട്ടാനുള്ള എനിക്കും നമുക്കെല്ലാവർക്കും കൂട്ടാനുള്ള. തീരുമ്പോൾ നമുക്ക് മറ്റേ കുപ്പി നീല നിറയ്ക്കുക. ഫുള്ള് വടിച്ചിട്ടോ. ഈ ഉപ്പിലിട്ട് കുപ്പി പിടിച്ചോളി. ഇങ്ങോട്ട് കുപ്പി കൈ പിടിച്ചായി. അതല്ല ഉപ്പിലിട്ടത് കുപ്പിയിലാക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഇത് വേഗം തീരും കേട്ടോ. ഇത് അധികം ഒന്നും നിൽക്കൂല. ചെറിയ കഷ്ണമാണ് കേട്ടോ, ഒഴിച്ചാൽ മതി. ലാസ്റ്റ് അതിൽ വെള്ളം ഒഴിക്കും. മാങ്ങ ഇട്ടച്ച വെള്ളം കൂടി ഒഴിക്കും ഫുള്ള്. മോള് സുർക്ക നടത്താം. ഇനി സുർക്ക അത് ഫുള്ള് ഒഴിച്ചോളി. ആവശ്യത്തിലധികം ഉപ്പ് മതിയോ? ആവശ്യത്തിലധികം മുളക്. നമുക്ക് കുറച്ചിടാം. അത് മൂടി വെച്ചിട്ട് ഇതിന്റെ മൂടിയല്ലല്ലോ, മറ്റേതിൻ്റെ കഴിക്കുന്നാല് മാറിപ്പോയോ? കഴിക്കാവില്ല ആയല്ലോ. നമ്മളെ ഉപ്പിലിട്ടത് ഇവിടെ റെഡിയായി മക്കളെ.